നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് രാജ്യത്തെ ജയിലുകളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു സുപ്രധാന പരാമർശം ഉണ്ടാവുന്നത്. രാജ്യത്തുടനീളമുള്ള ജയിലുകളുടെ യഥാർത്ഥ സ്ഥല സൗകര്യം ഞെട്ടിപ്പിക്കുന്നതും വളരെയധികം ആശങ്ക ജനിപ്പിക്കുന്നതുമാണ് എന്നായിരുന്നു സുപ്രീം കോടതിയുടെ പരാമർശം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് രാജ്യത്ത് കൂടുതൽ ജയിലുകൾ നിർമ്മിക്കുന്നതിന് അടിയന്തര പരിഗണന നൽകണമെന്ന് കേന്ദ്ര ഭരണ പ്രദേശങ്ങളോടും അതിനോടൊപ്പം സംസ്ഥാനങ്ങളോടും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. മാത്രമല്ല, അടുത്ത 50 വർഷത്തേക്കുള്ള ജയിലുകളുടെ എണ്ണം കണക്കിലെടുത്ത് നിർമ്മാണവുമായി ബന്ധപ്പെട്ട രൂപരേഖ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ തയ്യാറാക്കണമെന്ന് ജില്ലയിലും കമ്മിറ്റികൾ രൂപീകരിക്കണമെന്നും കോടതി നിർദ്ദേശത്തിലുണ്ട്. രാജ്യത്തുടനീളമുള്ള സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ സെൻട്രൽ ജയിലുകളിലും ജില്ലാ സബ് ജയിലുകളിലും അനുവദനീയമായ ശേഷിയുടെ 10% എങ്കിലും തടവ് പുള്ളികൾ കൂടുതലായി പാർക്കുന്നുണ്ട്. ചില കേസുകളിൽ ഇത് 30 മുതൽ 50% വരെയുമാണ്. ജസ്റ്റിസുമാരായ ഹിമ കോഹ്ലി, അസുദ്ദീൻ അമാനുല്ല എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ സുപ്രധാന നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ജയിലുകളുടെ ഒരു മനുഷ്യത്വരഹിതമായ അവസ്ഥയെക്കുറിച്ച് സ്വമേധയാ സ്വീകരിച്ച ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്നതിനിടയിലാണ് ജയിലുകളുടെ എണ്ണത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരം നൽകണമെന്ന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം കൊടുത്തത്. അങ്ങനെ ഒരു റിപ്പോർട്ട് ലഭിച്ച സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ഇപ്പോൾ ഈ സുപ്രധാന പരാമർശം നടത്തിയിരിക്കുന്നത്. എന്തായാലും റിപ്പോർട്ട് സമർപ്പിക്കാതിരുന്ന ജാർഖണ്ഡ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾക്ക് കോടതി 10,000 രൂപ വീതം പിഴയും ഈടാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.